വിശ്വ ഹിന്ദു പരിഷത്തിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അനിൽ വിളയിൽ കൂടി ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നുണ്ട്. ശ്രീ അനിൽ വിളയിൽ അങ്ങ് ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ, മലപ്പുറത്ത് ഈ എടവണ്ണ എന്ന പഞ്ചായത്തിൽ മുസ്ലിം ലീഗും കോൺഗ്രസും ഒക്കെ ചേർന്നുകൊണ്ട് UDFന്റെ ഒരു വിജയാഹ്ലാദ പ്രകടനമാണ് നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണിക്കുന്നത്. അതിൽ ഉയരുന്ന മുദ്രാവാക്യം ക്ഷേത്രങ്ങളിൽ പാട്ടുകൾ നിർത്തണമെന്നുള്ളതാണ്. കാരണം നമ്മുടെയൊക്കെ ക്ഷേത്രങ്ങൾ, പ്രത്യേകിച്ച് വിശേഷിച്ച് കേരളത്തിൽ എല്ലാ ക്ഷേത്രങ്ങളിലും കാലത്തും വൈകുന്നേരവുമൊക്കെ ഭക്തിഗാനങ്ങൾ ഇടാറുണ്ട്. അതിലൊന്നും ആർക്കും എതിർപ്പുകൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഇസ്ലാമിസ്റ്റുകൾ നുഴഞ്ഞു കയറി ബോധപൂർവം പ്രശ്നമുണ്ടാക്കുന്നു. ഇപ്പോൾ ഇതാ UDFന്റെ ആഹ്ലാദ പ്രകടനത്തിനകത്താണ് ഈ മുദ്രാവാക്യം ഉയർന്നു കേട്ടത് എന്നതാണ് വളരെ ഗൗരവമായി നോക്കിക്കാണേണ്ടത്. അങ്ങ് എങ്ങനെയാണ് ഈ വിഷയത്തോട് പ്രതികരിക്കുന്നത്? ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ കേരളത്തിലെ UDF സംവിധാനം വിപുലമാക്കുമെന്ന് VD സതീശൻ പറഞ്ഞു. പക്ഷേ അദ്ദേഹം പറയുന്നതിന് മുമ്പ് തന്നെ മലബാർ മേഖലയിലൊക്കെ തന്നെ SDPI, വെൽഫെയർ പാർട്ടി തുടങ്ങിയ തീവ്ര ഇസ്ലാമിക ഭീകരവിരുദ്ധ പാർട്ടികളെ കൂട്ടുപിടിച്ചുകൊണ്ട് UDF വിപുലീകരിച്ചതിന്റെ ഫലമായിട്ടാണ് മലപ്പുറം ജില്ലയിലെ ഈ UDFന്റെ വിജയമെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അത്തരത്തിലുള്ള പാർട്ടികൾക്ക് കൊടുത്തിട്ടുള്ള വാഗ്ദാനമായിരിക്കും ഹൈന്ദവപരമായിട്ടുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങളെ ഞങ്ങൾ എതിർത്തുകൊള്ളാം, അതൊക്കെ നിങ്ങൾക്ക് അനിസ്ലാമികമായിട്ടുള്ള ഈ സംഭവങ്ങളെ ഞങ്ങൾ നിരോധിച്ചുകൊള്ളാം എന്നുള്ള വാഗ്ദാനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം അവരുടെ വോട്ടുകൾ ഈ UDF കരസ്ഥമാക്കിയത്. അതുകൊണ്ടാണല്ലോ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടൻ തന്നെ ആഹ്ലാദ പ്രകടനത്തിൽ കാണാത്ത, ഒരിക്കലും കണ്ടിട്ടില്ലാത്ത രീതിയിൽ ഹൈന്ദവമായിട്ടുള്ള ഈ ക്ഷേത്രത്തിൽ നടക്കുന്ന ഈ അല്ലെങ്കിൽ ഈ ഭക്തിഗാനങ്ങൾ ഇടുന്നതിനെതിരായിട്ട് അവർക്ക് പ്രതികരിക്കാൻ സാധിച്ചത്. മലപ്പുറം ഒരു ഇസ്ലാമിക രാഷ്ട്രമാക്കി മാറ്റുക എന്നുള്ള ലക്ഷ്യം ഈ ശക്തികൾക്കുണ്ട്. അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. 1921 തുടങ്ങി, അതിന്റെ 50-ാം വർഷമായ 1971 നടക്കാതെ പോയി. ഇനി 2047 ആകുന്നതിന് മുമ്പ് തന്നെ മലബാർ കേന്ദ്രമാക്കിക്കൊണ്ടൊരു സംസ്ഥാനം ഉണ്ടാകണം, കട്ടിംഗ് ദ സൗത്ത് മലബാർ കേന്ദ്രീകരിച്ചാകണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുകയാണ്. അങ്ങനെ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഞങ്ങളൊക്കെ അങ്ങനെ അതിന് കൂട്ടുണ്ട് എന്ന് UDF നേതൃത്വം ഈ വെൽഫെയർ പാർട്ടിക്കും SDPIക്കും സൂചന കൊടുത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ധൈര്യപൂർവമായിട്ട് ഈ ശക്തികൾക്ക് ഈ ഹൈന്ദവ ബിംബങ്ങൾക്കെതിരായിട്ട് തിരിയാൻ സാധിച്ചത്. തീർച്ചയായിട്ടും ഇതിനെ അടിച്ചൊതുക്കേണ്ട ഒരു കാലഘട്ടം തന്നെയാണ്. ഇവിടുത്തെ ഹൈന്ദവ സമൂഹം ഉണർന്നെണീറ്റുകൊണ്ട് ഇതിനെതിരെ ശക്തമായിട്ടുള്ള മറുപടി കൊടുക്കുന്ന ഒരു കാലഘട്ടം വരുമെന്നുള്ളതിന്റെ ചില സൂചനകൾ നമുക്ക് മനസ്സിലായി കഴിഞ്ഞിരിക്കുകയാണ്. തീർച്ചയായിട്ടും അപലപനീയമായിട്ടൊരു സാഹചര്യമാണ് ഈ മലബാർ മേഖലയിലെ, മലപ്പുറത്തെ ഈ ഒരു ക്ഷേത്രത്തിലല്ല, നാളെ ബാക്കി ക്ഷേത്രങ്ങളിലും ഇതേപോലെ തന്നെ സമാന സാഹചര്യം ഉണ്ടാകും. ഇനി ഫത്വകൾ ഓരോന്നായിട്ട് പുറപ്പെടുവിക്കുന്ന ദിനങ്ങളാണ് നമ്മളുടെ മുമ്പിലുള്ളത്. കാരണം SDPI അതിനുവേണ്ടിയുള്ള കൃത്യമായിട്ടുള്ള പദ്ധതികൾ നടപ്പാക്കിയിട്ടുണ്ട്. SDPI ഇട്ടുകൊടുത്തിരിക്കുന്ന ചൂണ്ടയിൽ UDF നേതൃത്വം വീണു എന്നുള്ളതിന്റെ പ്രകടമായിട്ടുള്ള തെളിവാണിത്. ഇനി ക്ഷേത്രങ്ങളിൽ ഞങ്ങൾ തീരുമാനിക്കും ഹിന്ദുവിന്റെ ക്ഷേത്രങ്ങളിൽ എന്തൊക്കെ നടക്കണം, ഹിന്ദുവിന്റെ ക്ഷേത്രത്തില് ഈ ബാബറുടെ മസ്ജിദ് വെക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരുന്നത് വളരെ ആശങ്കയുള്ള വാക്കുകയാണ്. അത് ഈ UDF അതിനു വേണ്ട വളം വെച്ചു കൊടുക്കുന്നു. അത് തീർത്തും നിരുത്തരവാദപരമായ കാര്യമാണ്. അതിനെ അടിച്ചമർത്തേണ്ട കാലഘട്ടവുമാണ്. ഓക്കെ, വളരെ നന്ദി ശ്രീ അനിൽ വിളയിൽ. VHPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് പ്രതികരിച്ചത്.